ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം എഴുത്തും വായനയും അറിയാത്ത ഒരു സ്ത്രീ എന്നെയും പ്രീതിയെയും ഞെട്ടിച്ചു കളഞ്ഞു. അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തു പഠിച്ചു? BA പഠിച്ചോ? MA പഠിച്ചോ? കാരണം മകൻ കൈ തല്ലി ഒടിച്ചിട്ടും ഭക്ഷണം കൊടുക്കാതെ ഇരുന്നിട്ടും യേശുവിനെ ഉപേക്ഷിക്കാത്ത സ്ത്രീ. ഒരു വർഷമേ ആയിട്ടുള്ളൂ യേശുവിനെ അറിഞ്ഞിട്ട്. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇല്ല സഹോദര, എനിക്ക് എഴുത്തും വായനയും അറിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ എങ്ങനെയാണ് വചനമൊക്കെ? അവർ പറഞ്ഞ ഉത്തരം ഇതാണ്: വചനം പഠിച്ചതുകൊണ്ടായില്ല, കേൾക്കുന്ന വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ മതി, അതനുസരിച്ച് ജീവിച്ചാൽ മതി. അതാ കാര്യം. ധാരാളം വചനം പഠിച്ചതുകൊണ്ടല്ല, ഈ കേട്ടത് ജീവിതത്തിൽ ഹൃദയത്തിൽ വെക്കുക. ദിൽ മേ രഖ്ന ജോ സുനാ ഹെ ഉസ്കെ അനുസാർ ജീന. അതെനിക്കൊരു വലിയ ആശ്വാസമായി. ദൈവകൃപയാൽ കഴിഞ്ഞ 20-ലധികം വർഷങ്ങളായി എല്ലാ വർഷവും ഒരു തവണയെങ്കിലും ബൈബിൾ മുഴുവനായി വായിപ്പാൻ, ധ്യാനിപ്പാൻ ദൈവം കൃപ നൽകിയിട്ടുണ്ട്. എന്നാൽ വാക്യങ്ങൾ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സഹോദരി പറയുന്നത്, ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അതൊരു നല്ല അറിവായിരുന്നു, ഒരു ആശ്വാസമായിരുന്നു. പ്രീതിയെ ഞെട്ടിച്ച കാര്യം ഇതാണ്. അവർ പറയുകയാണ്, ഭയ്യ എങ്ങനെ കാര്യങ്ങൾ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ വീട്ടുകാരെതിര്, നാട്ടുകാരെതിര്, എങ്ങനെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ്, സന്തോഷത്തോടുകൂടെ പറയുകയാണ്, എനിക്ക് 400 രൂപ വിധവ പെൻഷൻ കിട്ടുന്നുണ്ട്, 5 കിലോ അരി കിട്ടുന്നുണ്ട്, അതിൽ ഞാൻ സന്തോഷത്തോടെ കഴിയുന്നു. 400 രൂപയും 5 കിലോ അരിയും കർത്താവും, അതും മതി എനിക്ക്. പ്രീതി അതിനുശേഷം 2 തവണയെങ്കിലും എന്നോട് പറഞ്ഞു, ആ സ്ത്രീയുടെ വാക്കുകൾ എന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേ, 400 രൂപയും 5 കിലോ അരിയും, നമുക്ക് 4 വീടും, വർഷം തോറും 4 ലക്ഷം രൂപയും, മക്കളെല്ലാം വിദേശത്തും, അവർക്ക് വലിയ കാറുകളും, നമുക്ക് ഇട്ടുമൂടാൻ പണവും ഒക്കെ ഉണ്ടെങ്കിലും ഒരു സന്തോഷമില്ല. അടുത്ത വീടിനെ പറ്റി ചിന്തിക്കുക. ഈ വാഹനത്തിന്റെ AC അതങ്ങോട്ട് ടെമ്പറേച്ചർ സ്റ്റെബിലൈസ് ആകാൻ 1 മിനിറ്റ് എടുക്കുന്നു. വണ്ടി ഒന്ന് മാറണം, അപ്ഗ്രേഡ് ചെയ്യണം. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന 2000 വർഷത്തെ പാരമ്പര്യമുള്ള നാട്ടിൽ നിന്നുള്ള നമ്മൾ, ഈ സ്ത്രീ നമ്മളെ വെല്ലുവിളിക്കുകയാണ്. 400 രൂപയും യേശു ഉണ്ടെങ്കിൽ ജീവിക്കണം. അവർ ജീവിക്കുകയാണ്. അതൊരു കഥയല്ല, നമ്മളവരെ കണ്ടതാണ്, അവരുടെ സന്തോഷം കണ്ടതാണ്. സോ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇവരിൽ നിന്നൊക്കെ എഴുത്തും വായനയും അറിയാത്ത ഈ സ്ത്രീ നമ്മളെ പഠിക്കാം. കർത്താവ് അതല്ലേ പറഞ്ഞത്, ആകാശത്തിലെ പക്ഷികളെ നോക്കുകയും അവ വിതയ്ക്കുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും അവയെ ദൈവം പുലർത്തും. ഞങ്ങളോടൊപ്പമുള്ള 100 കണക്കിന് ദൈവദാസന്മാർ, 100ഓളം മലയാളികളായ സഹോദരന്മാർ, തമിഴ്നാട്ടിൽ നിന്നുള്ളവർ, അവരുടെ അനുഭവം കാണുവാൻ കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിൽ ആരുടെയും ബാങ്കിൽ ബാലൻസ് ഇല്ല, എന്നാൽ അവർ സന്തോഷത്തോടെ ദൈവത്തിന് വേല ചെയ്യുകയാണ്. അവരെ ദൈവം നടത്തുകയാണ്. അതെ, ആ ദൈവം വിശ്വസ്തനാണ്. ദൈവം നടത്തും. നമ്മൾ നമ്മൾക്ക് വേണ്ടി കൂട്ടിവെക്കുന്നത് കൊണ്ടല്ല നമ്മളുടെ വീട് നടക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുന്നത് വളരെ നല്ലതാണ്. ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയും എന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. ഗാഡ് ബ്ലസ് യു.